നമ്മൾ മനുഷ്യൻ്റെ ചരിത്രം പറയുമ്പോൾ അതിൻ്റെ കാലപ്പഴക്കങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ആസ്ട്രലോപിത്തിക്കസ് എത്ര ലക്ഷം വർഷം മുമ്പാണ് ജീവിച്ചിരുന്നത്, മനുഷ്യൻ എത്ര വർഷം മുമ്പാണ് ആദ്യമായി കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ അത്ഭുതകരമായിട്ടുള്ള കൃത്യതയോടുകൂടി സയൻസിൽ ഉത്തരങ്ങൾ കേൾക്കാൻ പറ്റും. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ കാലപ്പഴക്കങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ 2 ലക്ഷം വർഷം മുമ്പത്തെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ്റെ സ്വഭാവം എന്തായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്വഭാവം എന്തായിരുന്നു? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ഒരു പഴയ കൽഭരണി കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര വർഷം മുമ്പ് മനുഷ്യൻ ഉപയോഗിച്ചതാണ് എന്ന് കണ്ടെത്തുന്നതിന് എന്ത് ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പൊതുവിൽ ഡേറ്റിംഗ് ടെക്നിക്സ് എന്നാണ് അവയെ വിളിക്കാറ്. അല്ലെങ്കിൽ ആ പ്രക്രിയ വിളിക്കുന്നത് ക്രോണോളജിക്കൽ ഡേറ്റിംഗ് എന്നാണ്. കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന മാർഗം. ഇത് ഏതെങ്കിലും ഒരു ഒറ്റ മാർഗത്തിലൂടെ ഊഹിച്ച് കണ്ടുപിടിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. പല മാർഗങ്ങൾ ചേർത്താണ് നമ്മൾ ഇത്തരം കാലപ്പഴക്ക നിർണ്ണയങ്ങൾ നടത്തുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അത്തരം ചില ഡേറ്റിംഗ് ടെക്നിക്കുകളെ കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഭൂതകാലത്തിൻ്റെ ചിത്രം ഇത്ര കൃത്യമായിട്ട് വരച്ചെടുക്കുന്നത്? ഈ കാലപ്പഴക്ക നിർണ്ണയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഡേറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവിൽ 2 വലിയ കാറ്റഗറി ആയിട്ട് നമ്മളതിനെ തിരിക്കാറുണ്ട്. ഒന്ന് റിലേറ്റീവ് ഡേറ്റിംഗ്, 2 അബ്സല്യൂട്ട് ഡേറ്റിംഗ്. ഈ റിലേറ്റീവ് ഡേറ്റിംഗ് പേര് സൂചിപ്പിക്കുന്നത് പോലെ കൃത്യമായി എത്ര വർഷം മുമ്പാണ് എന്ന് പറയാൻ മാർഗമില്ല. പക്ഷേ ഒരു സെറ്റ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ ഏതാണ് ആദ്യം നടന്നത്, ഏതാണ് അവസാനം നടന്നത്, ഇത് ഓരോന്നും ഏത് ഓർഡറിലാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ 5 വ്യത്യസ്ത വസ്തുക്കളെ പരിഗണിക്കുമ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ പഴക്കമുള്ളത്, ഏതാണ് താരതമ്യേന പഴക്കം കുറഞ്ഞത്, ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഒരു ചെറിയ കുന്തമുനയും ഒരു മൺപാത്രവും കിട്ടിയെന്ന് വെച്ചോളൂ. അപ്പോൾ ഇതിലേതാണ് കൂടുതൽ പഴക്കമുള്ളത് എന്ന് പറയും. പക്ഷേ ഈ മൺപാത്രമോ ഈ കുന്തമുനയോ എത്ര വർഷം മുമ്പാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കില്ല. ആ രീതിയിലുള്ള ഡേറ്റിംഗ് ടെക്നിക്കുകളാണ് പൊതുവെ നമ്മൾ റിലേറ്റീവ് ഡേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് ഇന്ന് നമ്മൾ ഈ വർത്തമാന കാലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ കൃത്യം എത്ര വർഷം മുമ്പാണ് ഈ ഒരു പ്രത്യേക വസ്തു മനുഷ്യൻ ഉപയോഗിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായ കാലപ്പഴക്കമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ആബ്സല്യൂട്ട് ഡേറ്റിംഗ് ആണെന്ന് പറയാം. ഇപ്പോൾ നമ്മുടെയൊക്കെ സ്ഥിരമായി മാഗസീനുകളൊക്കെ വരുത്തുന്ന ഒരു വീട്ടിൽ ആദ്യം വരുന്ന മാഗസീനുകൾ അടിയിലും പിന്നെ വരുന്ന മാഗസീനുകൾ മുകളിലുമായിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യപ്പെടുമെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ആ മാഗസീനുകളുടെ ഒരു അടുക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വർത്തമാന പത്രങ്ങളുടെ ന്യൂസ് പേപ്പറുകളുടെ ഒരു അടുക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഇരിക്കുന്ന ന്യൂസ് പേപ്പർ കൂടുതൽ പഴക്കമുള്ളതും ഏറ്റവും മുകളിലിരിക്കുന്നത് ഏറ്റവും പഴക്കം കുറഞ്ഞതും ഏറ്റവും പുതിയതും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെ ഇരിക്കുന്നോ ഇടയ്ക്കിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പറോ കൃത്യം ഏത് ഡേറ്റിലുള്ള ന്യൂസ് പേപ്പറാണെന്ന് നമുക്കറിയാൻ മാർഗ്ഗമില്ല. പക്ഷേ ഇതിൽ ഒന്ന് പഴയതും മറ്റൊന്ന് പുതിയതുമാണ്, അല്ലെങ്കിൽ താഴെ ഇരിക്കുന്നതിനെ അപേക്ഷിച്ച് മുകളിലിരിക്കുന്നത് കൂടുതൽ പഴക്കം കുറഞ്ഞതാണ് എന്ന് പറയാൻ നമുക്ക് പറ്റും. അതാണ് ശരിക്കും റിലേറ്റീവ് ഡേറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ അതിൽ നിന്നും ഒരു മാഗസീൻ എടുത്ത് മറിച്ച് നോക്കി അത് ഏത് ഡേറ്റിലെയാണ്, അല്ലെങ്കിൽ ആ പത്രം ഏത് ഡേറ്റിലേതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി അതിൻ്റെ പഴക്കമാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഡേറ്റിംഗ് ടെക്നിക്കുകളും നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമുക്കതിൽ ചില പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ മാത്രം മനസ്സിലാക്കാം. ആദ്യം റിലേറ്റീവ് ഡേറ്റിംഗ് ടെക്നിക്കിന് ഉദാഹരണമായിട്ടുള്ള സ്ട്രാറ്റിഗ്രാഫിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. സ്ട്രാറ്റ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ സ്ട്രാറ്റിഗ്രാഫി എന്ന് പറയുന്ന വാക്ക് വരുന്നത്. സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ പാളി, ലെയർ, അടര് എന്നൊക്കെയാണ് അർത്ഥം. പലപ്പോഴും ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് കിട്ടുന്ന പുരാവസ്തുക്കൾ, മനുഷ്യൻ ഉപയോഗിച്ച എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ മനുഷ്യൻ്റെയോ മറ്റേതെങ്കിലും ഒരു ജീവിയുടെയോ ഫോസിൽ പോലുള്ള എന്തെങ്കിലും അവശിഷ്ടങ്ങളോ ഒക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്കറിയാം, പൊതുവിൽ പുരാവസ്തു ശാസ്ത്രം എന്ന് പറയുന്ന ആർക്കിയോളജി, അതുപോലെ ഭൂവിജ്ഞാനം എന്ന് പറയുന്ന ജിയോളജി, ഇവിടെയൊക്കെയാണ് മനുഷ്യൻ ഈ പാളികളെക്കുറിച്ച് അന്വേഷിച്ച് പോകുന്നത്. പലപ്പോഴും വളരെ പഴക്കമുള്ള വസ്തുക്കൾ തുടർച്ചയായിട്ടുള്ള പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഫലമായിട്ട് മണ്ണിനടിയിൽ ആണ് നമുക്ക് കിട്ടുക. നമ്മളവിടെ ഖനനം ചെയ്തെടുക്കണം. എക്സ്കവേഷൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ പല വസ്തുക്കളും കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഖനനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പലപ്പോഴും പാളികളായിട്ടാണ് ഇത് നമുക്ക് കാണപ്പെടുക. പ്രത്യേകിച്ച് പാറകൾ, വളരെ പഴക്കമുള്ള പാറകൾ. വളരെ പഴക്കമെന്നൊക്കെ പറയുമ്പോൾ ജിയോളജിയിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള പാറകളൊക്കെ ഭൂമിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ജിയോളജിയിൽ ഇത്തരം അന്വേഷണങ്ങൾ നടത്തുമ്പോൾ നമ്മളെപ്പോഴും പഴയത് പുതിയതെന്നൊക്കെ പറയുമ്പോൾ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷങ്ങളുടെ കണക്കാണ് എന്ന് നമ്മളെപ്പോഴും പശ്ചാത്തലത്തിൽ ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ പല പാളികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പാറയുടെ പാളികളിൽ
നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ചില തത്വങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ ആ ന്യൂസ് പേപ്പർ എടുക്കുന്ന ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും താഴെയുള്ള പാളി ഏറ്റവും ആദ്യം രൂപം കൊണ്ട പാളിയായിരിക്കും. ഈ പാളികൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. സാധാരണഗതിയിൽ ഒരു പാറയുടെയൊക്കെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അതിനിങ്ങനെ പല പല പാളികളായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ പാറയുടെ രൂപീകരണം, റോക്ക് ഫോർമേഷൻ നടക്കുന്നത് പല രീതിയിലാണ്. പല തരത്തിലുള്ള പാറകളുണ്ട്. നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ ജിയോഗ്രഫിയിലൊക്കെ പഠിക്കുന്നതാണ്. അതായത് അഗ്നിപർവ്വതങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ഇഗ്നിയസ് റോക്കുകളുണ്ട്, സെഡിമെൻ്ററി റോക്കുകളുണ്ട്, അവസാദ ശില എന്ന് പറയുന്ന പതിയെ പതിയെ അവസാദങ്ങൾ അടിഞ്ഞുകൂടി പിന്നീട് അതിൻ്റെ ഭാരം കൊണ്ടും അറ്റ്മോസ്ഫിയറിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും മറ്റ് പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ടുമൊക്കെ വളരെ അധികം ഉയർന്ന പ്രഷറിൽ ഞെരിക്കപ്പെട്ടുണ്ടാകുന്ന പാറകൾ, പിന്നെ ഒരു രീതിയിൽ രൂപം കൊണ്ട പാറകൾ പതിയെ പതിയെ പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഫലമായിട്ട് രൂപാന്തരം പ്രാപിച്ചു, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപാന്തരം പ്രാപിച്ച് മറ്റു രൂപത്തിലേക്ക് മാറുന്ന പാറകൾ. അങ്ങനെ പല തരത്തിലുള്ള പാറകളുണ്ട്. അപ്പോൾ ഇതിൽ പല പാറകളിൽ നമുക്ക് ഈ അടരുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ പാറകൾ പാളികളാണ് ആയിട്ടാണ് രൂപം കൊള്ളുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പാളി രൂപം കൊള്ളുന്ന സമയത്ത് ആ ഭാഗത്ത് വന്നടിഞ്ഞ എന്തെങ്കിലും ഒരു മനുഷ്യനുണ്ടാക്കിയ ഒരു വസ്തുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ അവശിഷ്ടമോ ഒക്കെ ആ പാളിയിലായിരിക്കും കാണപ്പെടുക. അതിന് മുകളിലേക്ക് പിന്നെയും പുതിയ പുതിയ പാളികൾ ചേർക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കാണുന്ന ഈ പാളികളിൽ ഏറ്റവും താഴെയുള്ള പാളിയാണ് ഏറ്റവും പഴക്കമുള്ളത്, ഏറ്റവും മുകളിലുള്ള പാളിയാണ് ഏറ്റവും പുതിയതായിട്ടുണ്ടായത് അല്ലെങ്കിൽ ഏറ്റവും പഴക്കം കുറഞ്ഞത് എന്ന ലളിതമായിട്ടുള്ള തത്വം നമുക്കവിടെ ഊഹിക്കാൻ പറ്റും. അതുപോലെ പൊതുവിൽ ഈ പാളികൾ രൂപം കൊള്ളുന്നത് പതിയെ പതിയെ വെള്ളം പോലുള്ള വെള്ളമോ ചെളിയോ ഒക്കെ വന്ന് അടിഞ്ഞ് സെറ്റിൽ ചെയ്ത് അതിന് മുകളിലേക്ക് അധികം പുതിയ പുതിയ പാളികൾ വന്ന് ചേർന്നാണ് ഇത് രൂപം കൊള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകൃതിയുടെ ഒരു രീതി വെച്ചിട്ട് എല്ലാ പാളികളും ഹൊറിസോണ്ടലായിട്ട് തിരശ്ചീനമായിട്ടായിരിക്കും രൂപം കൊള്ളുന്നത്. നമ്മളൊരു പാറയിൽ തിരശ്ചീനമായിട്ടല്ലാതെ പാളികൾ ചരിഞ്ഞ് കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ ഹൊറിസോണ്ടലായിട്ട് രൂപം കൊണ്ട ഈ പാളികളിൽ മറ്റെന്തോ വളരെ ഡൈനാമിക് ആയിട്ടുള്ള പ്രകൃതി പ്രതിഭാസം, എന്തെങ്കിലും ഫലക ചലനം അല്ലെങ്കിൽ ടെക്ടോണിക് ഇഫക്ട്സ് എന്നൊക്കെ പറയുന്ന ഭൂവൽക്കത്തിലെ പല പ്രതിഭാസങ്ങളുടെ ഫലമായിട്ട് പിന്നീട് അതിൽ മാറ്റം വന്നതാണ്, അല്ലെങ്കിൽ ഈ പാളികൾ അതിനു മുമ്പേ ഉണ്ടായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതുപോലെ ഈ പാളികളായിട്ട് രൂപം കൊണ്ട ശിലയിലൂടെ പിന്നീട് എപ്പോഴെങ്കിലും ഒരു നദി കുറുകെ ഒഴുകിപ്പോയി എന്ന് വെച്ചോളൂ, അവിടെ ഒരു വെള്ളച്ചാട്ടം രൂപം കൊണ്ടുവന്ന് വെച്ചോളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പാറയിൽ ഒരു വിടവുണ്ടാകും. അപ്പോൾ ഈ നദിയുടെ രണ്ട് വശത്തും ഇതേ പാളികൾ പ്രിസർവ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടും തുല്യമായ രീതിയിലായിരിക്കും ഈ പാളികളുടെ അറേഞ്ച്മെൻ്റ് എന്ന് കാണാൻ പറ്റും. ഇനി അതുപോലെ അതിനിടയിലൂടെ ഒരു ഭൂമി കുലുക്കത്തിൻ്റെ ഫലമായിട്ടൊരു വിള്ളൽ ഉണ്ടാവുകയോ അതുവഴി ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് കുറുകെ മറ്റെന്തെങ്കിലും സ്ട്രക്ചറുകൾ ഫോം ചെയ്യാം. അങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് ഈ അടരുകളിലെ പ്രായവ്യത്യാസം നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇതിലേത് പാളിയിലാണ് ഒരു പ്രത്യേക വസ്തു കാണപ്പെടുന്നത് എന്നുള്ളത് അതിൻ്റെ പഴക്കം നിർണ്ണയിക്കാൻ നമ്മളെ സഹായിക്കും. പക്ഷേ അത് കൃത്യമായി എത്ര പഴക്കമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. ഇതിലേതാണ് പഴക്കം കൂടിയത് കുറഞ്ഞത് എന്ന റിലേറ്റീവ് ഡേറ്റിങ്ങിന് നമ്മളെ സഹായിക്കും. ഇനി അതുപോലെ ഈ റിലേറ്റീവ് ഡേറ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ഇൻഡെക്സ് ഫോസിലുകൾ എന്നറിയപ്പെടുന്നത്. ഇൻഡെക്സ് ഫോസിലുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ കാലം മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. അത് അവയുടെ ശരീരത്തിൻ്റെ നേരിട്ടുള്ള അവശിഷ്ടങ്ങളല്ല, ആ ശരീരങ്ങളെ പിന്നീട് മിനറൽസ് വന്ന് അടിഞ്ഞ് ഫോസിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു അസ്ഥി അതേപടിയല്ല നമുക്ക് കിട്ടുന്നത്. ആ അസ്ഥിയെ പതിയെ പതിയെ വർഷങ്ങളുടെ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് ജീവവസ്തു അല്ലാതെ മറ്റെന്തെങ്കിലും ധാതുക്കൾ മിനറൽസ് വന്ന് അടിഞ്ഞ് അതിനെ റീപ്ലേസ് ചെയ്ത് ഉണ്ടാവുകയാണ് ഫോസിലുകളിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോസിലുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ അബണ്ടൻ്റായി ഒരു കാലത്ത് ഉണ്ടായിരുന്ന ചില ജീവികളുണ്ട്. അതേസമയം അവ ഒരുപാട് കാലം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടില്ല. ഒരു ചെറിയ കാലഘട്ടം എന്നാൽ അതേസമയം ഭൂമിയിൽ പരക്കെ ജീവിച്ചിരുന്ന ഒരുപാട് എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്ന ചില ജീവിവർഗ്ഗങ്ങളുണ്ട്. അവയുടെ ഫോസിലുകളെയാണ് നമ്മൾ ഇൻഡെക്സ് ഫോസിലുകൾ എന്ന് വിളിക്കുന്നത്. ഈ പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവയുടെ ഫോസിലുകൾ താരതമ്യേന എണ്ണത്തിൽ കൂടുതലാണ്. ഭൂമിയിൽ പലയിടങ്ങളിലും ഒരുപോലെ നമുക്ക് സമൃദ്ധമായിട്ട് അവയെ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരുപാട് പാളികളുള്ളൊരു പാറ ഇംഗ്ലണ്ടിൽ നിന്നും കിട്ടി, അതേസമയം ഇന്ത്യയിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചോളൂ. പക്ഷേ ഈ രണ്ട് പാളികൾ ഏത് സമയത്താണ് ഉണ്ടായത് എന്ന് നമുക്ക് അറിയാൻ മാർഗ്ഗമില്ല. അതേസമയം ഈ ഇൻഡെക്സ് ഫോസിലുകൾ എന്ന് വിളിക്കാവുന്ന ഇപ്പോൾ അമണൈറ്റ് എന്നോ ട്രൈബലൈറ്റ് എന്നൊക്കെ പറയുന്ന ചെറിയ ജീവികളുടെ ഫോസിലുകൾ അത് വളരെ സർവ്വസാധാരണമായിട്ട് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നവയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പാറയിലെ ഒരു പ്രത്യേക പാളിയിൽ നമ്മളൊരു അമണൈറ്റിൻ്റെ ഫോസിൽ കണ്ടെത്തിയെന്ന് വെച്ചോളൂ. അതേസമയം ഇംഗ്ലണ്ടിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുത്ത മറ്റൊരു പാറയിൽ ഇതുപോലെ വേറൊരു പാളിയിൽ ഒരു അമണൈറ്റ് ഫോസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പാളികളും ഒരേ സമയത്തുണ്ടായതാണ് എന്ന് നമുക്ക് താരതമ്യത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സ്വാഭാവികമായിട്ടും ആ പാളിയുടെ മുകളിലുള്ള
പാളികൾ കാണപ്പെടുന്ന എന്തെങ്കിലും വസ്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാൾ പുതിയതാണെന്നും അതിന് താഴെയുള്ള പാളികളുള്ളത് അവയേക്കാൾ പഴയതാണ് എന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇൻഡെക്സ് ഫോസിലുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇൻഡെക്സ് ഫോസിലുകൾ ചേരുമ്പോൾ അതിനെ നമ്മൾ ബയോ സ്ട്രാറ്റിഗ്രാഫി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഈ സ്ട്രാറ്റിഗ്രാഫി ഒരു റിലേറ്റീവ് ഡേറ്റിംഗ് ടെക്നിക്കാണെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട് ഡേറ്റിംഗ് ടെക്നിക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നാണ് റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സാധാരണമായിട്ട് കേൾക്കുന്നൊരു വാക്ക് കാർബൺ ഡേറ്റിംഗ് ആണ്. കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത് അനേകം റേഡിയോമെട്രിക് ഡേറ്റിങ്ങുകളിൽ ഒന്ന് മാത്രമാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. ഭൂമിയിലെ എല്ലാ വസ്തുക്കളും മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെൻസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം. ഈ എലമെൻസിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആറ്റങ്ങളാണ്. ഈ ആറ്റങ്ങൾ എല്ലാ മൂലകങ്ങൾക്കും ഒരുപോലെ അല്ല. ചില ആറ്റങ്ങൾ കൂടുതൽ സ്റ്റേബിളാണ്, സ്ഥിരതയുള്ളതാണ്. ആറ്റങ്ങളുടെ ഘടന നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും മധ്യത്തിൽ ഒരു ചെറിയ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അവിടെ പ്രോട്ടോൺസ് എന്നും ന്യൂട്രോൺസ് എന്നും വിളിക്കുന്ന 2 ടൈപ്പ് പാർട്ടിക്കിൾസ് ആണുള്ളത്. അതിൻ്റെ വെളിയിൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന വളരെ ചെറിയ പാർട്ടിക്കിൾ, പക്ഷേ വലിയൊരു ഏരിയയിലാണ് അവ ആറ്റത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ ഭൂരിഭാഗം ഏരിയയും ഓക്യുപ്പൈ ചെയ്യുന്നത് ഇലക്ട്രോണിൻ്റെ ഏരിയയാണ്. വളരെ ചെറിയൊരു സ്ഥലത്താണ് ന്യൂക്ലിയസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയസിലാണ് പലപ്പോഴും സ്ഥിരത എന്ന് പറയുന്ന സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന പ്രശ്നം വരുന്നത്. പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജാണുള്ളത്. ന്യൂക്ലിയസിൽ ഒന്നിലധികം പ്രോട്ടോണുകൾ അടുത്തടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജുകൾ തമ്മിലുള്ള റിപ്പൽഷൻ, വികർഷണ ബലത്തെ ഓവർകം ചെയ്തുകൊണ്ട് വേണം അവിടെ ഇരിക്കാൻ. അങ്ങനെ ഓവർകം ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു പാർട്ടിക്കിളാണ് ന്യൂട്രോൺ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഈ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന സമയത്ത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം ചേർന്ന് ന്യൂക്ലിയസിന് ഒരു സ്റ്റെബിലിറ്റി കൈവരുത്തുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ്. ഇതൊരു ഡെലിക്കേറ്റ് ബാലൻസ് ആണ്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ തമ്മിൽ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും എന്നാൽ ഇവയെ ആകർഷിച്ച് നിർത്തുന്ന സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും തമ്മിലുള്ള ഒരു ബാലൻസിലാണ് ഈ ന്യൂക്ലിയസുകൾ നിൽക്കുന്നത്. എല്ലാ ആറ്റങ്ങൾക്കും ഈ ബാലൻസ് ഒരുപോലെയല്ല. ഇപ്പോൾ ചില ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ അൺസ്റ്റേബിളാണ്. അപ്പോൾ അവ ഈ അൺസ്റ്റേബിൾ അവസ്ഥയിൽ നിന്നും സ്റ്റേബിൾ അവസ്ഥയിലേക്ക് വരുന്നതിന് വേണ്ടി ചില ന്യൂക്ലിയർ റേഡിയേഷൻസ് പുറത്തേക്ക് വിടും. ചിലപ്പോൾ ചില കണികകളെ പുറത്തേക്ക് വിടും, ചിലപ്പോൾ റേഡിയേഷൻസ് പുറത്തേക്ക് വിടും. അവ അടിസ്ഥാനപരമായിട്ട് ശ്രമിക്കുന്നത് സ്റ്റെബിലിറ്റി കൈവരിക്കാനാണ്. അപ്പോൾ ഈ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ അൺസ്റ്റേബിൾ ആയിട്ടൊരു ന്യൂക്ലിയസ് മറ്റൊരു എലമെൻറ്റ് തന്നെയായിട്ട് മാറും. ഇതിനെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ എന്നാണ്, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് വിളിക്കും. ഇവിടെ വളരെ രസകരമായിട്ടുള്ള അതേസമയം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രത്യേകത പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പൊട്ടാസ്യം 40 എന്ന് പറയുന്ന അറ്റോമിക് മാസ് ഉള്ള പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ ന്യൂക്ലിയസ് അൺസ്റ്റേബിളാണ്. അത് എങ്ങനെയെങ്കിലും ആർഗൺ 40 എന്ന് പറയുന്ന മൂലകമായിട്ട് മാറി സ്റ്റെബിലിറ്റി കൈവരിക്കാൻ ശ്രമിക്കും. പക്ഷെ നമുക്കറിയാവുന്നത് നമുക്കൊരു 1 ഗ്രാം പൊട്ടാസ്യം 40 എടുത്തു വച്ചു കഴിഞ്ഞാൽ അത് എത്ര സമയം കൊണ്ടാണ് ആർഗൺ 40 ആയിട്ട് മാറുന്നത് എന്നൊരു നിരക്കുണ്ട്. ഈ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ റേറ്റ് ഇത് പ്രകൃതിയിൽ ഫിക്സ്ഡ് ആണ്. ഇത് ആ ആറ്റത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഫിക്സ്ഡ് ആണ്. അത് എന്ത് സാഹചര്യം വന്നാലും, അത് നിങ്ങൾ എത്ര പ്രഷറിലിരുന്നാലും, അത് എത്ര ടെമ്പറേച്ചറിലിരുന്നാലും ഇത് ഒരു ഫിക്സഡ് റേറ്റ് തന്നെ സംഭവിക്കുള്ളൂ. ഈ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ്റെ റേറ്റ് ഫിക്സ്ഡ് ആണെന്നുള്ളതാണ് റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന് പറയുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടൂള് പ്രവർത്തിക്കുന്നതിന് കാരണം. ഇവിടെ നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വാക്കാണ് ഹാഫ് ലൈഫ്. ഈ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ്റെ നിരക്കിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഹാഫ് ലൈഫ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക അൺസ്റ്റേബിൾ സാമ്പിൾ 1 ഗ്രാം ആയിട്ടുള്ള പൊട്ടാസ്യം 40 നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് പതിയെ അതിൻ്റെ ഒരു ഭാഗം ഡീക്കേ ചെയ്ത് ആർഗൺ 40യോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എലമെൻറ്റോ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ പൊട്ടാസ്യം 40 1 ഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 1/2 ഗ്രാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് മറ്റൊരു ന്യൂക്ലിയസ് ആയിട്ട് മാറാനെടുക്കുന്ന സമയമാണ് അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴുള്ള സാമ്പിളിൻ്റെ പകുതി ഡീക്കേ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയത്തെയാണ് നമ്മൾ ഹാഫ് ലൈഫ്, അർദ്ധായുസ് എന്ന് മലയാളത്തിൽ വിളിക്കും, ഹാഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. ഇത് ഓരോ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിനും ഓരോന്നാണ്. ഇപ്പോൾ പൊട്ടാസ്യം 40 എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ്, അതിനെ നമ്മൾ പൊതുവെ ഐസോടോപ്പ് എന്നാണ് വിളിക്കുന്നത്. ഈ പൊട്ടാസ്യം 40 എന്ന് പറയുന്ന ഐസോടോപ്പിൻ്റെ ഹാഫ് ലൈഫ് 1.25 ബില്യൺ ഇയേഴ്സ് ആണ്, 125 കോടി വർഷം. എന്ന് വെച്ചാൽ ഇപ്പോൾ 1 ഗ്രാം പൊട്ടാസ്യം 40 ഒരിടത്ത് നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 1/2 ഗ്രാം പൊട്ടാസ്യം 40 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ 125 കോടി വർഷം എടുക്കും. ഈ അവശേഷിക്കുന്ന 1/2 ഗ്രാം പൊട്ടാസ്യം 40യിൽ ബാക്കി വരുന്ന അതിൻ്റെ പകുതി 1/4 ഗ്രാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ പിന്നെയും 125 കോടി വർഷം എടുക്കും. ഇനി അവശേഷിക്കുന്ന 1/4 ഗ്രാം പൊട്ടാസ്യം 40യിൽ അതിൻ്റെ പകുതി
ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ പിന്നെയും 125 കോടി വർഷമെടുക്കും. ഇങ്ങനെയാണ് ഹാഫ് ലൈഫ് പ്രവർത്തിക്കുന്നത്. കാരണം ഏത് നിരക്കിൽ ഈ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ നടക്കുമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ആ സാമ്പിൾ എത്ര ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് ഈ റേറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതെങ്ങനെയാണ് നമുക്ക് ഗുണം ചെയ്യാൻ പോകുന്നത്? നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ ഭൂമിയുടെ അകത്ത് മോൾട്ടൺ അവസ്ഥയിൽ, ഉരുകിയ അവസ്ഥയിലുള്ള മാഗ്മ ഉണ്ടെന്ന് നമുക്കറിയാം. ഇതാണ് അഗ്നിപർവ്വത സ്ഫോടനം നടക്കുമ്പോൾ പുറത്തേക്ക് ലാവയായിട്ട് ഒഴുകുന്നത്. ഈ ലാവ ചിലപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് തണുത്തുറഞ്ഞ് അഗ്നിപർവ്വത ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്ന പാറകളായിട്ട് മാറും. ഈ ലാവ മാഗ്മ അവസ്ഥയിൽ അകത്തിരിക്കുമ്പോൾ അതിനകത്ത് ഒരു നാച്ചുറൽ അളവിൽ പൊട്ടാസ്യം 40 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ഉണ്ട്. ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ആർഗൺ 40 ആയിട്ട് മാറും. ഈ ആർഗൺ എന്ന് പറഞ്ഞൊരു വാതകമാണ്. അത് പതുവെ ഈ ഉരുകിയ മാഗ്മയിലൂടെ പുറത്തേക്ക് വന്ന് അന്തരീക്ഷത്തിലേക്ക് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊട്ടാസ്യം 40 അവിടെ തന്നെ നിൽക്കും. അതിൽ നിന്നും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ആർഗൺ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അഗ്നിപർവ്വതം സ്ഫോടനത്തിലൂടെയും മറ്റും ഈ മാഗ്മ പുറത്തേക്ക് വന്ന് അതൊരു പാറയായി മാറി എന്ന് വിചാരിക്കാം. പാറയാവുക എന്ന് പറഞ്ഞാൽ അത് ഉറച്ച് റിജിഡ് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറും. ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴും പൊട്ടാസ്യം എന്ന് പറയുന്ന പൊട്ടാസ്യം 40 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിലൂടെ ഉണ്ടാകുന്ന ആർഗൺ എന്ന് പറയുന്ന വാതകത്തിന് നേരത്തെ പോലെ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇരിക്കുന്നത് സോളിഡ് റോക്കാണ്, നേരത്തെ പോലെ ഉരുകിയ അവസ്ഥയിലല്ല. സ്വാഭാവികമായിട്ടും ഈ ആർഗൺ 40 അവിടെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കാലം കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന് മാഗ്മ ലാവയായി പുറത്തേക്ക് വന്ന് അത് ഉറച്ച് പാറയാകുന്നതോടുകൂടി അവിടെ ഒരു ക്ലോക്ക് പ്രവർത്തിച്ചു തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ആ ക്ലോക്ക്? പൊട്ടാസ്യത്തിൻ്റെ ഡീക്കയിലൂടെ ഉണ്ടാകുന്ന ആർഗൺ അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് പൊട്ടാസ്യം 40 മാത്രമേ അവിടെ ഉള്ളൂ. 125 കോടി വർഷം 1.25 ബില്യൺ വർഷം കഴിയുമ്പോൾ അതിൻ്റെ പകുതി ആർഗൺ 40 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇവിടെ ഈ കണക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. എക്സാക്ട്ലി പകുതിയല്ല, ചിലപ്പോൾ ആർഗൺ അല്ലാതെ മറ്റു മൂലകങ്ങളായിട്ട് മാറാം. ആ അവസ്ഥ അപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കണക്ക് കൂട്ടൽ അവിടെ ഉണ്ട്. ഇവിടെ മനസ്സിലാക്കാൻ എളുപ്പത്തിലാണ് ഈ കണക്ക് പറയുന്നത്. അപ്പോൾ പകുതി ഭാഗം ആർഗൺ 40 ആയിട്ട് മാറുമ്പോൾ 125 കോടി വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർഗൺ 40യുടെയും പൊട്ടാസ്യം 40യുടെയും അളവ് തുല്യമായിരിക്കും. 1:1 റേഷ്യോ ആയിരിക്കും. ഒരു 125 കോടി വർഷം കൂടെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോഴേക്കും ഈ അവശേഷിക്കുന്ന പൊട്ടാസ്യം 40യുടെ പകുതി കൂടി ആർഗൺ 40 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോഴേക്കും നിലവിലുള്ള പൊട്ടാസ്യം 40യുടെ 3 ഇരട്ടി ആർഗൺ 40 ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ റേഷ്യോ 1:3 ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു അഗ്നിപർവ്വത ശിലയിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്ത് മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് അതിൽ പൊട്ടാസ്യം 40 ആറ്റങ്ങൾ എത്രയുണ്ട്, ആർഗൺ 40യുടെ ആറ്റങ്ങൾ എത്രയുണ്ട് എന്നൊരു കണക്കെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ആർഗൺ 40 പൊട്ടാസ്യം 40യുടെ 3 മടങ്ങുള്ളതായിട്ട് കണ്ടാൽ മനസ്സിലാക്കിക്കോണം 2 ഹാഫ് ലൈഫുകൾ കടന്നു പോയിരിക്കുന്നു. അതായത് 125 കോടി 250 കോടി വർഷങ്ങൾ കടന്നുപോയി എന്ന് നമുക്ക് അവിടുന്ന് ഉറപ്പോടെ പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് ആർഗൺ 40യുടെയും പൊട്ടാസ്യം 40യുടെയും റേഷ്യോ ഏത് അനുപാതത്തിലാണ് ഇവ കാണപ്പെടുന്നതെന്ന് ചെക്ക് ചെയ്യലാണ്. അത് മനസ്സിലാവുന്നതോടുകൂടി ഈ പാറയ്ക്ക് എത്ര പഴക്കമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആ പാറയിൽ എന്തെങ്കിലും ഒരു സാധനം പെട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പാറ രൂപം കൊള്ളുന്ന സമയത്ത് അകത്ത് പെട്ടുപോയതാണല്ലോ, അതിൻ്റെയും പഴക്കം ആ വർഷമാണ് എന്ന് നമുക്ക് സംശയലേശം തന്നെ പറയാൻ പറ്റും. ഇതാണ് റേഡിയോമെട്രിക് ഡേറ്റിങ്ങിൻ്റെ അടിസ്ഥാന തത്വം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഡേറ്റിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ്. ഇതിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ കേസാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്നത് കാർബണിൻ്റെ സാധാരണ നമുക്കറിയാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിലേക്കുള്ള കാർബൺ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് കാർബൺ 12 ആണ്. അതായത് 12 അതിൻ്റെ അറ്റോമിക് മാസ്. എന്നാൽ ഒരു ചെറിയ ശതമാനം കാർബൺ 12 അല്ല 14 അറ്റോമിക് മാസ് ഉള്ളതാണ്. അതിനെ നമ്മൾ കാർബൺ 14 എന്ന് വിളിക്കും. ഈ കാർബൺ 14 എന്ന് പറയുന്ന ആറ്റം അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. അതായത് സാധാരണഗതിയിൽ ജീവിച്ചിരിക്കുന്ന ജീവനുള്ള വസ്തുക്കൾ കാർബൺ ഡൈ ഓക്സൈഡ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരുടെ ശരീരത്തിൽ കാർബൺ ഉണ്ട്. നമുക്കറിയാമല്ലോ, ഓർഗാനിക് കെമിസ്ട്രിയുടെ അടിസ്ഥാനം കാർബണാണ്. ജീവൻ എന്ന് പറയുന്നത് കാർബൺ എന്ന് പറയുന്ന മൂലകത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കാർബണിൻ്റെ ഒരു ഭാഗം അടിസ്ഥാനപരമായിട്ട് കാർബൺ 14 ആണ്. നമ്മുടെ എല്ലാ ശരീരത്തിലും ഈ കാർബൺ 14 ഉണ്ട്. ഈ കാർബൺ 14 റേഡിയോ ആക്റ്റീവാണ്. അത് പതിയെ ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ പിന്നെയും മറ്റ് പല മാർഗ്ഗങ്ങളിലൂടെയും അകത്തേക്ക് എടുക്കുന്ന ഓർഗാനിക് മാറ്ററിൽ ഈ കാർബൺ 14 പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ കാർബൺ 12ൻ്റെയും കാർബൺ 14ൻ്റെയും റേഷ്യോ ഫിക്സ്ഡ് ആണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ നമ്മൾ മരിച്ചു പോകുന്നു വിചാരിച്ചു. മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ
പുറത്തു നിന്നും കാർബൺ അകത്തേക്ക് എടുക്കുന്ന രീതിയില്ല. സ്വാഭാവികമായിട്ടും അപ്പോൾ ആ ശരീരത്തിൽ പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാർബണിൻ്റെ അളവ് ഫിക്സ്ഡ് ആണ്. ഏത് കാർബണിൻ്റെ അളവ്? കാർബൺ 12ൻ്റെ അളവ് മാത്രമേ ഫിക്സ്ഡ് ആവൂ. കാർബൺ 14 ഡീക്കേ ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും കാർബൺ 12ഉം കാർബൺ 14ഉം തമ്മിലുള്ള റേഷ്യോ മാറാൻ തുടങ്ങും. അപ്പോൾ ഒരു വസ്തു, ജീവനുള്ളൊരു വസ്തു ചത്തുപോയതിന് ശേഷം, അതൊരു മൃഗമായിക്കൊള്ളട്ടെ, വേറെ എന്തും വളരെ സൂക്ഷ്മജീവി ആയിക്കൊള്ളട്ടെ, അത് ചത്തുപോയതിനു ശേഷം, അതിൻ്റെ ജീവൻ പ്രവർത്തനങ്ങൾ നിലച്ചതിന് ശേഷം കാർബൺ 14ൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. കാർബൺ 12 അവിടെ തന്നെ നിൽക്കും. അപ്പോൾ കാർബൺ 12ൻ്റെയും കാർബൺ 14ൻ്റെയും നിരക്ക് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അവയുടെ അനുപാതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബണിൻ്റെ അബ്സോർപ്ഷൻ നിന്നിട്ട് എത്ര കാലമായി എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. അവിടെ നമ്മൾ കാർബണിൻ്റെ ഹാഫ് ലൈഫ്, അർത്ഥായുസ് ആയിട്ടുള്ള 5730 കൊല്ലം എന്ന് പറഞ്ഞ കണക്ക് കൂടി ഉപയോഗിക്കണം. പൊതുവിൽ ജീവനുണ്ടായിരുന്ന വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ, അസ്ഥി, പല്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ നമ്മൾ കാർബൺ ഡേറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കാർബൺ ഡേറ്റിങ്ങിന് ഒരു പരിമിതിയുണ്ട്. അതിൻ്റെ ഹാഫ് ലൈഫ്, കാർബൺ 14ൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 5730 വർഷം ആയതുകൊണ്ട് തന്നെ ഒരു 50,000 വർഷം കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ സാമ്പിൾ, നമുക്ക് കിട്ടുന്ന ഈ സാമ്പിളിൽ ചിലപ്പോൾ കാർബൺ 14ൻ്റെ അളവ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ത്രാവിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡിറ്റക്ഷൻ പരിധിക്ക് പുറത്തേക്ക് ഇതിൻ്റെ പഴക്കം കടന്നു പോകും. അപ്പോൾ ഒരു 50,000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു വസ്തുവിൻ്റെ എന്തെങ്കിലും ഒരു അസ്ഥികൂടമോ മറ്റോ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റിങ്ങിന് നമുക്ക് കാർബൺ 14നെ നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിമിതി അതിനുണ്ട്. പക്ഷേ കൂടുതൽ പരിചയമുള്ളത്, നമുക്കെല്ലാം കൂടുതൽ പരിചയമുള്ളത് കാർബൺ ഡേറ്റിംഗ് ആണ് എന്നേ ഉള്ളൂ. വേറെ ഒരുപാട്, ഇപ്പോൾ യുറേനിയം ലെഡ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനോ, യുറേനിയം തോറിയം എന്ന് പറയുന്ന കോമ്പിനേഷനോ, ഇങ്ങനെ പലതരത്തിലുള്ള റേഡിയോ ഐസോട്ടോപ്പുകളുടെ കോമ്പിനേഷൻ നോക്കിക്കൊണ്ട് നമുക്ക് വളരെ വലിയ കാലപ്പഴക്കങ്ങൾ നിർണ്ണയിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടാസ്യം ആർഗണിനെയൊക്കെ പോലെ കോടാനുകോടി വർഷങ്ങളുടെ പഴക്കമാണ് നമുക്ക് അതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് റേഡിയോമെട്രിക് ഡേറ്റിംഗ്. ഈ റേഡിയോമെട്രിക് ഡേറ്റിങ്ങിനകത്ത് വരാൻ സാധ്യതയുള്ള ഒരു ചെറിയ എറർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ സാമ്പിളിൻ്റെ അളവെടുപ്പ്, അതിൽ ഒരു ചെറിയ അനിശ്ചിതത്വം ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മമായ അളവിലുള്ള മൂലകങ്ങളുടെ അളവിനെയാണ് നമ്മൾ മെഷർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ മെഷർമെൻറ്റിൽ ഉണ്ടാകുന്ന ചെറിയ അനിശ്ചിതത്വങ്ങൾ, ചെറിയ മാർജിൻ പോലും ആ കാലപ്പഴക്കത്തിലുള്ള ഒരു അനിശ്ചിതത്വം, എറർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർജിൻ ഓഫ് റേഞ്ച് മാത്രമായിട്ട്, ഇപ്പം നമ്മൾ പറയുന്നത് 50,000 മുതൽ 60,000 വർഷം വരെ, അങ്ങനെ ഒരു റേഞ്ച് ആയിരിക്കും പറയാൻ പറ്റുക. അത് ആ മെഷർമെൻറ്റിൻ്റെ എററിനനുസരിച്ചിട്ട് അവിടെ ഉണ്ടാവും. നമുക്ക് കൃത്യമായി എത്ര വർഷം എന്ന് പറയാനുള്ള മാർഗം അവിടെ ഇല്ല. പക്ഷേ കോടാനുകോടി വർഷം പഴക്കമുള്ള ഒരു സാമ്പിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ചെറിയ മാർജിൻ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് കൃത്യത കുറവ് എന്ന് വിളിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. എന്നാൽ കൃത്യമായ ഡേറ്റിംഗ്, എത്ര വർഷം പഴക്കമുള്ളത് എന്ന് പറയാൻ നമ്മളെ സഹായിക്കുന്ന വളരെ രസകരമായിട്ടുള്ള മറ്റൊരു ടെക്നീക്കുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഡെൻഡ്രോക്രോണോളജി എന്നാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മരങ്ങളെയാണ്. ഈ മരങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. വളരെ കാലം ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയാണ് ഒരു വലിയ മരം എന്ന് പറയുന്നത്. എന്നാൽ ഈ മരം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. ഇപ്പോൾ സീസണൽ വേരിയേഷൻസ് ഉണ്ട് മരങ്ങളുടെ വളർച്ചാ നിരക്കിൽ. ഇപ്പോൾ വസന്തകാലത്ത് വളരുന്ന ഒരു മരം കുറച്ചുകൂടി വേഗത്തിൽ വളരും. അപ്പോൾ അതുണ്ടാക്കുന്ന മരത്തിൻ്റെ ശരീരം ഉണ്ടാക്കുന്ന കോശങ്ങൾ താരതമ്യേന വലുതും അവയുടെ സെൽ വാളുകൾ താരതമ്യേന തിന്നുമായിരിക്കും, കനം കുറഞ്ഞതുമായിരിക്കും. അപ്പോൾ ആ ഭാഗത്ത് വളരുന്ന തടി, ആ സമയത്ത് വളരുന്ന തടി ഒരു ലൈറ്റ് കളറുള്ള തടിയായിരിക്കും. എന്നാൽ മറ്റൊരു സീസണിൽ നമ്മൾ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ആ മരം സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ്, അതിന് വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. അത് അപ്പോൾ ഉണ്ടാക്കുന്ന കോശങ്ങൾക്ക് താരതമ്യേന വലിപ്പം കുറവായിരിക്കും. അവയുടെ സെൽ വാൾ, കോശഭിത്തി എന്ന് പറയുന്നത് കുറച്ചുകൂടെ തിക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് മരത്തിൻ്റെ വളർച്ചയുടെ കുറവും അതുണ്ടാക്കുന്ന സെല്ലുകൾ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡുമായിരിക്കും. ഈ വ്യത്യാസം മരത്തെ നമ്മൾ കുറുകെ മുറിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. മരത്തിനകത്ത് വാർഷിക വളയങ്ങൾ രൂപം കൊണ്ട് നമുക്ക് കാണാൻ പറ്റും, ആനുവൽ റിങ്ങുകൾ. ഈ റിങ്ങുകൾ ഉണ്ടാകുന്നത് പല സീസണിൽ മരങ്ങൾ പല രീതിയിൽ വളരുന്നതുകൊണ്ടാണ്. എന്നാൽ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര റിങ് ഉണ്ട് നോക്കിയാൽ, ഒരു ലൈറ്റ് റിങ്ങും ഒരു ഡാർക്ക് റിങ്ങും ചേരുമ്പോൾ 1 വർഷമായി. അപ്പോൾ അത് രണ്ടും ചേർന്ന് 6 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ലൈറ്റും ഡാർക്കും 2ാമത്തെ വർഷം. അങ്ങനെ നമുക്ക് ഈ വാർഷിക വലയങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ ആ മരം എത്ര പഴക്കമുണ്ട് എന്ന് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. എന്നാൽ വെറുതെ വർഷങ്ങളുടെ എണ്ണം മാത്രമല്ല ഇവിടെ പ്രസക്തമായിരിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സീസണിൽ വരുന്ന വ്യത്യാസങ്ങളാണ്, അത് സൈക്ലിക്കലായിട്ട് മാറിക്കൊണ്ടിരിക്കും. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, ചില കാലഘട്ടങ്ങളിൽ കുറച്ചു കാലം വരൾച്ചയായിരിക്കും, ചിലപ്പോൾ ചില സീസണിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടാകും. ഇതിനനുസരിച്ചിട്ടും മരങ്ങളുടെ വളർച്ച മാറും. ഇപ്പോൾ നമ്മുടെ കേരളം പോലുള്ള നാടുകൾ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ സീസണൽ ഡിഫറൻസസ് അത്ര
അത്ര പ്രസക്തമല്ല. നമുക്കറിയാം ഏതാണ്ട് ഒരുപോലെയാണ് താപനില നിൽക്കുന്നത്. എന്നാൽ അതേസമയം ഹയർ ലാറ്റിറ്റ്യൂഡുകളിലേക്ക്, കൂടിയ അക്ഷാംശങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തണുപ്പ് കാലവും ചൂടുകാലവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വ്യത്യാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മരങ്ങളിലെ ഗ്രോത്ത് റിങ്ങുകൾ, ഈ പറയുന്ന ആനുവൽ റിങ്ങുകൾ താരതമ്യേന ചെറിയ റിങ്ങുകളായിരിക്കും. എന്നാൽ നമ്മൾ കുറച്ചുകൂടി തണുപ്പും ചൂടും വ്യത്യാസം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയല്ല. അത് മാത്രമല്ല, ഇപ്പോൾ കുറച്ച് കാലം നല്ല തണുത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് റിങ്ങിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ചില സമയത്ത് നല്ല വെള്ളപ്പൊക്കമുള്ള സീസൺ ആണെന്നുണ്ടെങ്കിൽ ആ റിങ്ങിന് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഈ ആനുവൽ റിങ്ങുകളിൽ വർഷങ്ങൾ മാത്രമല്ല, ഇത്തരം കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കൂടി മാർക്ക് ചെയ്യപ്പെടും. ഇനി ഒരു മരത്തെ മാത്രം വെച്ചിട്ടുമല്ല നമ്മളിത് പറയുന്നത്. വേറൊരു പ്രധാനപ്പെട്ട സാധ്യതയുള്ളത് ക്രോസ് ഡേറ്റിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്വീഡൻ എന്ന് പറയുന്നൊരു രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ വലിയ എക്സ്ട്രീം വെതർ അനുഭവപ്പെടുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് നിങ്ങൾക്കൊരു ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ ഉള്ളൊരു മരം വെട്ടി അതിൻ്റെ ആനുവൽ റിംഗ് കാണാൻ പറ്റും വിചാരിച്ചോളൂ. അതേസമയം ഏതെങ്കിലും ഒരു ചതുപ്പിൽ പൂണ്ട് കിടക്കുന്ന വളരെ പഴയ ഒരു തടി നിങ്ങൾ പുറത്തെടുക്കുന്നു, അതിൻ്റെ ആനുവൽ റിംഗ് നിങ്ങൾ എടുക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പഴയ ഫർണിച്ചർ, ഏതെങ്കിലും അവിടുത്തെ വൈക്കിങ്സ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു കപ്പലിൻ്റെ പീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്നും ഒരു മരക്കഷ്ണം എടുത്തിട്ട് അതിൻ്റെ റിങ്ങുകൾ നിങ്ങൾ പരിശോധിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പല പല സാമ്പിളുകളിൽ ഈ റിങ്ങുകൾ തമ്മിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കോമൺ റിങ്ങുകൾ കാണാൻ പറ്റും. അതൊരു പ്രത്യേക കാരണം, ഒരു പ്രത്യേക സമയത്ത് ജീവിച്ചിരിക്കുന്ന തടികൾക്ക് ഒരേ സീസണാണ് അല്ലെങ്കിൽ ഒരേ കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണ് നേരിടേണ്ടി വരിക. അപ്പോൾ അതിലൊരു മരം അവിടെ തന്നെ നിന്ന് വളരുന്നുണ്ടാവും, മറ്റൊരു മരം മുറിക്കപ്പെട്ടു പോകാം. പക്ഷെ അപ്പോഴും ആ ഒരു പ്രത്യേക വളരെ കാലം നീണ്ടു നിന്ന ഒരു വരണ്ട കാലാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാലാവസ്ഥ കഴിഞ്ഞ ഉടനെ ഒരു മരം വെട്ടിമാറ്റപ്പെട്ടു, മറ്റൊരു മരം അതിന് തൊട്ട് മുമ്പ് വന്നിട്ടേ ഉള്ളൂ, അതിന് കുറേ കാലം കൂടി അവിടെ നിൽക്കാൻ കഴിഞ്ഞു എന്ന് വെച്ചോളൂ. അപ്പോൾ ഈ രണ്ട് മരങ്ങളിലും ഈ പ്രത്യേക കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന റിങ് പരസ്പരം മാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടിനും കൂടെ ചേർത്ത് നിങ്ങൾക്കൊരു മാസ്റ്റർ കലണ്ടർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ മേഖലയിലും പല പല സ്രോതസ്സിൽ നിന്നും കിട്ടിയ മരങ്ങളിലെ റിങ്ങുകൾ ഇങ്ങനെ ഒന്നൊന്നായി ഒത്തുനോക്കി ശാസ്ത്രജ്ഞർ ഒരു മാസ്റ്റർ കലണ്ടർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 10,000 വർഷം നീളമുള്ള മാസ്റ്റർ കലണ്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാലപ്പഴക്കം അറിയാത്ത ഒരു റാൻഡം സാമ്പിൾ, ഈ പറഞ്ഞതുപോലെ ഒരു പഴയ തടിക്കഷ്ണം നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഖനനത്തിൽ കിട്ടിയതാണ്, അതെടുത്തിട്ട് അതിൻ്റെ റിങ്ങുകൾ ഈ മാസ്റ്റർ ആനുവൽ റിങ്ങുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. അവിടെ എവിടെയെങ്കിലും ഒരിടത്തൊരു കാലാവസ്ഥാ സൂചന ഉണ്ടാവും. അതുകൊണ്ടൊന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി അത് ഏത് വർഷത്തിലാണ് വരുന്നത് എന്ന് കണക്കാക്കിയെടുക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നത് പഴക്കം മാത്രമല്ല, എത്ര വർഷം മുമ്പ് എന്ന് കൃത്യമായി പറയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അത്ഭുത വിദ്യയാണ്. ഇനി പഴയ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ഐസ് കോർ ഡേറ്റിംഗ്. ഇത് പ്രധാനമായിട്ടും ധ്രുവ പ്രദേശങ്ങളിലെ ഐസ് പാളികളിൽ നിന്നും കിട്ടുന്ന സാമ്പിളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ധ്രുവ പ്രദേശങ്ങളിലെ പ്രത്യേകത, അവിടെ സദാസമയവും മഞ്ഞ് വീണുകൊണ്ടിരിക്കും. അവിടുത്തെ താപനില എപ്പോഴും 0 ഡിഗ്രിയിൽ താഴെ ആയതുകൊണ്ട് തന്നെ ഈ വീഴുന്ന മഞ്ഞ് ഒരു കാലത്തും ഉരുകാൻ പോകുന്നില്ല. പകരം അതിന് മുകളിലേക്ക് പുതിയ മഞ്ഞ് വീണുകൊണ്ടിരിക്കും. മുകളിലേക്ക് കൂടുതൽ മഞ്ഞ് വന്ന് വീഴുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പ്രഷർ, സമ്മർദ്ദം ഏറ്റവും താഴത്തെ പാളിയിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും ചെറുതായിട്ട് വീണ മഞ്ഞ് അവിടെ ഇരുന്ന് ഈ പ്രഷറിൽ പരസ്പരം കൂടിച്ചേർന്ന് ഒറ്റ സോളിഡ് ഐസായിട്ട് മാറും. അങ്ങനെ മുകളിൽ ഐസ് വീണാണ് മീറ്റർ കണക്കിന് 100 കണക്കിന് മീറ്റർ തിക്നെസ്സിലേക്ക് ഈ ഹിമാനികൾ എന്ന് പറയുന്ന ഗ്ലേഷ്യറുകൾ ഉണ്ടായിരിക്കുന്നത്. ശാസ്ത്രജ്ഞർ ചെയ്യുന്നത് ഈ ഹിമാനികളിൽ നിന്നും ഗ്ലേഷ്യറിൽ നിന്നും ഒരു സിലിണ്ടർ ഷേപ്പിൽ പ്രത്യേകതരം ഡ്രില്ല് ഉപയോഗിച്ചുകൊണ്ട് ഒരു സാമ്പിൾ താഴേക്ക് ഡ്രില്ല് ചെയ്ത് ഊരിയെടുക്കും. ഒരു സിലിണ്ടറായിട്ടായിരിക്കും ആ ഐസ് കോർ കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ ഐസ് കോർ എന്ന് വിളിക്കുന്നത്. ഈ ഐസ് കോറിൽ പഴയ കാലത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ നോക്കിയാൽ അവിടെയും സീസണൽ വ്യത്യാസമുണ്ട്. എപ്പോഴും തണുപ്പാണ് എന്നുണ്ടെങ്കിലും വിൻ്ററിലും സമ്മറിലും ഒരേ താപനിലയല്ല. വിൻ്ററിൽ താരതമ്യേന താപനില കുറവാണ്, എന്നാൽ സമ്മറിൽ താരതമ്യേന താപനില കൂടുതലാണ്. സമ്മറിൽ വീഴുന്ന സ്നോ കുറച്ചുകൂടി ലൈറ്റായിരിക്കും, അതിന് ഡെൻസിറ്റി കുറവായിരിക്കും. എന്നാൽ വിൻ്ററിൽ കുറച്ചുകൂടി വലിയ സ്നോയാണ് വീഴുന്നത്, അപ്പോൾ അതിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ സമ്മറും വിൻ്ററും മാറി മാറി വരുന്നതിനനുസരിച്ചിട്ട് ഈ താഴെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഐസിൽ ഈ പാളി വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. കനം കുറഞ്ഞത്, കനം കൂടിയത്, അങ്ങനെ ഒരു പാളി. അത് കൂടുതൽ വലിയ ഐസ് കോർ ബിൽഡ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് ഏറ്റവും താഴേക്ക് ചെല്ലുമ്പോൾ ഇവയുടെ തിക്നെസ് നമുക്ക് കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ആയിക്കോണമെന്നില്ല. പക്ഷെ അപ്പോഴും
നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ ഈ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ പാളി എണ്ണിക്കഴിഞ്ഞാൽ എത്ര സീസൺസ് കടന്നുപോയി, അപ്പോൾ നിങ്ങളൊരു ഐസ് കോർ എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര താഴെ എത്ര പഴയ ഐസ് കോറാണ് എന്ന് ഈ പാളികളുടെ എണ്ണം നോക്കിയാൽ നമുക്ക് കണക്കാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അടങ്ങിയിട്ടുണ്ട്. ഈ ഐസ് വീഴുമ്പോൾ അതിനകത്ത് ആ സമയത്തെ കുറച്ച് വായു കൂടി ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് മഞ്ഞ് വീഴുമ്പോൾ. ഇത് പിന്നീട് ഗ്ലേഷ്യർ ഐസിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ഈ അന്തരീക്ഷ വാതകത്തിൻ്റെ ഒരു ചെറിയ കുമിള കൂടി അതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടും. പിന്നെ ഒരു രീതിയിലും ഈ കുമിള ഡിസ്റ്റർബ് ചെയ്യപ്പെടുന്നതേ ഇല്ല എന്ന് കൂടി ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ ആയിരക്കണക്കിന് വർഷം പിന്നിലേക്ക് പോകുന്ന ഒരു പാളിയിൽ നിന്നും ഒരു ഐസ് സാമ്പിൾ എടുത്ത് എവിടെയെങ്കിലും ഒരു ലാബിൽ കൊണ്ടുവന്ന് മെൽറ്റ് ചെയ്യുമ്പോൾ ഈ വാതകം അകത്തുപെട്ടിരിക്കുന്ന അന്നത്തെ അന്തരീക്ഷ വായുവിൻ്റെ ഒരു സാമ്പിൾ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. അതിനകത്തുണ്ടാവും അന്നത്തെ അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും നൈട്രജനും ഒക്കെ. അപ്പോൾ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ആറ്റങ്ങൾ എണ്ണുന്നതിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ആലോചിക്കണം. അതിനൊക്കെയുള്ള സാങ്കേതിക വിദ്യകൾ വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് വർഷം മുമ്പ് ഭൂമിയിലെ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും ഒക്കെ അനുപാതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഇന്ന് പറയാൻ സാധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ വരുന്നത് ഈ ഐസ് കോറുകളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ പഴയ അന്തരീക്ഷത്തിൻ്റെ സാമ്പിളിൽ നിന്നാണ്. എത്രത്തോളം പിന്നിലേക്ക് എന്ന് വെച്ചാൽ ഏതാണ്ട് 8 ലക്ഷം വർഷം പിന്നിലേക്ക് വരെ പോകാൻ നമുക്ക് ഈ ഐസ് കോർ ഡേറ്റിങ്ങിലൂടെ സാധിക്കും. കാരണം നമ്മളുടെ ഗ്ലേഷ്യൽ ഐസ് അത്രത്തോളം വർഷമായിട്ട് അൺഡിസ്റ്റർബ്ഡായിട്ട് അവിടെ പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഐസ് കോർ അവിടെ നിന്ന് ഡ്രിൽ ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഡോളർ ചിലവ് വരുന്ന വലിയ എക്സ്പെഡീഷൻസിൻ്റെ ഫലമായിട്ട് മാത്രം നടക്കുന്ന കാര്യമാണെങ്കിൽ പോലും നമുക്കതിന് സാധ്യമാണ്. വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ആ ഭൂതകാല അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനുള്ള വിവരങ്ങൾ നമുക്കതിലൂടെ കിട്ടും. ഇനി മറ്റൊരു ഡേറ്റിംഗ് ടെക്നിക്കുണ്ട്, ലൂമിനസെൻസ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ പ്രകാശം പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണ് നമ്മൾ പൊതുവിൽ ലൂമിനസെൻസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളൊരു വസ്തുവിനെ ചൂടാക്കുമ്പോൾ അതിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തെർമോ ലൂമിനസെൻസ് എന്ന് വിളിക്കും. നമ്മൾ പഴയ ഇൻകാൻഡസെൻ്റ് ബൾബിലൂടെ പുറത്തേക്ക് വരുന്ന പ്രകാശം തെർമോ ലൂമിനസെൻസിൻ്റെ ഫലമാണ്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ കെമി ലൂമിനസെൻസ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പൊതുവിൽ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേക തരം ട്യൂബ് പോലെ തിളങ്ങുന്ന ചില ട്യൂബുകൾ, അതിങ്ങനെ പിന്നെയും അതിനെ ഉപയോഗിച്ച് അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് പ്രകാശം പുറത്തേക്ക് വരുന്നത്. അത് നമ്മൾ കെമി ലൂമിനസെൻസ് എന്ന് വിളിക്കും. അങ്ങനെ പ്രകാശം പുറത്തേക്ക് വരുന്ന പ്രക്രിയയാണ് നമ്മൾ ലൂമിനസെൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ലൂമിനസെൻസ് ഡേറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വിശദീകരിക്കാം. നമ്മുടെ മണ്ണിനടിയിൽ സദാസമയവും കുറച്ച് റേഡിയേഷൻസ് പ്രസൻ്റാണ്. അതായത് ഇപ്പോൾ റേഡിയോ ആക്റ്റീവായിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് മണ്ണിലുണ്ടാകും. അതുപോലെ കോസ്മിക് വികിരണങ്ങൾ വന്ന് മണ്ണിലിടിക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ള കുറച്ച് റേഡിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റേഡിയേഷൻ, നമ്മൾ പലപ്പോഴും റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും ന്യൂക്ലിയർ റിയാക്ടറിന് ചുറ്റും മാത്രമുള്ള എന്തോ അപകടം പിടിച്ച സാധനമാണ് എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ റേഡിയേഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ശരീരം ഉൾപ്പെടെ റേഡിയേഷൻ പുറത്തേക്ക് വിടുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിലും ചെറിയ അളവിൽ റേഡിയേഷൻ ഉണ്ട്. നമുക്ക് കൃത്യമായി മെഷർ ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങൾ വെച്ചാൽ ആ റേഡിയേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അളന്നെടുക്കാനും പറ്റും. ഭൂമിക്കടിയിൽ ഇരിക്കുന്ന ഒരു മണൽത്തിരിയോ ക്വാർട്സ് പോലുള്ള ഏതെങ്കിലും ഒരു ധാതുവിൻ്റെ ഒരു ചെറിയ തരിയോ ഒക്കെ ഉദാഹരണമായിട്ട് എടുക്കാം. ഈ ഭൂമിക്കടിയിൽ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ റേഡിയേഷൻ കാരണം ഈ മൺതരിക്കുള്ളിൽ ഇലക്ട്രോണുകൾ ഫ്രീ ആയിക്കൊണ്ടിരിക്കും. അത് ആ സാധാരണഗതിയിൽ ആ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ ഈ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ്റെ ഫലമായിട്ട് അവിടെ നിന്നും ലൂസാവുകയും അത് പതിയെ അതിനകത്തൊക്കെ വാണ്ടർ ചെയ്ത് ക്രിസ്റ്റൽ ഡിഫക്ട്സ് എന്ന് വിളിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട് ക്രിസ്റ്റൽസിനുള്ളിൽ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകുന്നില്ല. ഖരവസ്തുക്കൾക്കുള്ളിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ വെൽ നോൺ ആയിട്ടുള്ള ഫിസിക്സിൽ നമ്മൾ സ്ഥിരം പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്. ആ ഭാഗങ്ങളിൽ ചെന്ന് ഈ ഇലക്ട്രോണുകൾ ട്രാപ്പായിരിക്കും. ഈ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ നിൽക്കുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾ ഇങ്ങനെ അവ ഇരുന്ന പൊസിഷനിൽ നിന്നും ലൂസായി ഇതുപോലുള്ള ക്രിസ്റ്റൽ ഡിഫക്റ്റുകൾ ചെന്ന് പതിയെ അടിഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഒരു കോൺസ്റ്റൻ്റ് റേറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കാരണം ഭൂമിക്കടിയിലെ റേഡിയേഷൻ്റെ അളവ് സ്ഥിരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ ട്രാപ്പ് ചെയ്യുന്ന റേറ്റ് സ്റ്റഡിയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ മൺതിരി പുറത്തേക്ക് വന്നു വിചാരിച്ചോളൂ. അത് പുറത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കും. സൂര്യപ്രകാശം ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ സൂര്യപ്രകാശം 10-15 സെക്കൻഡ് മതിയാവും. അല്ലെങ്കിൽ ഒരു മാക്സിമം 1 മിനിറ്റ് അല്ലെങ്കിൽ 1-2 മിനിറ്റ് സൂര്യപ്രകാശം അടിച്ചാൽ മതി. ഈ ക്രിസ്റ്റൽ ഡിഫക്റ്റിൽ ചെന്ന് ട്രാപ്പ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രോണുകളും ഈ സൺലൈറ്റിലുള്ള ഊർജ്ജം കാരണം അവിടെ നിന്നും പുറത്തേക്ക് ഫ്രീ ആയി പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും
അത്രയും കാലം കൊണ്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ഇലക്ട്രോൺ ട്രാപ്പ് മുഴുവൻ ഫ്രീ ആക്കപ്പെടുന്നു. ഇനി ഈ സാധനം പിന്നെയും മണ്ണിനടിയിൽ മൂടപ്പെടുന്നു എന്ന് വിചാരിച്ചോളൂ. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അത് പിന്നെയും ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ്റെ ഫലമായിട്ട് ഇലക്ട്രോണുകൾ ഇങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ നമുക്ക് സങ്കല്പിക്കാം. സൂര്യപ്രകാശത്തുമായിട്ട് എക്സ്പോസ്ഡ് ആകുന്ന നിമിഷം ഈ ബാറ്ററി ഡിസ്ചാർജ് ആകും. സൂര്യപ്രകാശത്തിൽ നിന്ന് മറയ്ക്കപ്പെടുകയും മണ്ണിനടിയിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെയും ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇനി ഈ ഗ്രെയിൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ അതിൽ ഈ ഗ്രെയിൻ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ സാമ്പിൾ കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിലായിരിക്കണം കളക്ട് ചെയ്യണം. സൂര്യപ്രകാശം അടിക്കാത്ത, മറ്റ് പ്രകാശമൊന്നും അടിക്കാതെ ആ ഗ്രെയിനെ കൊണ്ടുപോയി നിങ്ങളൊരു ലാബിൽ കൊണ്ടുവച്ചിട്ട് അതിലേക്ക് കുറച്ച് പ്രകാശം അടിപ്പിക്കുന്നു. ഒരു പ്രത്യേക ഫ്രീക്വൻസിയുള്ള പ്രകാശം അടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണുകളെല്ലാം അങ്ങ് ഫ്രീ ആവും. ഈ ഫ്രീ ആകുന്ന ഇലക്ട്രോൺസ് കുറച്ച് റേഡിയേഷൻ പുറത്തേക്ക് വിടും, ലൂമിനസെൻസ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഒപ്റ്റിക്കലി സ്റ്റിമുലേറ്റഡ് ലൂമിനസെൻസ്, OSL എന്നാണ്. ആ ഇലക്ട്രോണുകൾ അപ്പോൾ പുറത്തേക്ക് വിടുന്ന പ്രകാശം നമുക്ക് അളക്കാൻ പറ്റും. അത് അളന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഇലക്ട്രോണുകൾ അവിടെ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എത്ര സമയം കൊണ്ടാണ് അത്രയും ഇലക്ട്രോണുകൾ ട്രാപ്പായത് നമുക്ക് കണക്കാക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഈ വസ്തു അവസാനമായി സൂര്യപ്രകാശം കണ്ടത് എത്ര വർഷം മുമ്പാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനി ചില സ്ഥലങ്ങളിൽ ഇതിനെ ഒന്ന് ചൂടാക്കിയിട്ടായിരിക്കും ഈ റേഡിയേഷൻ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ തെർമോലൂമിനസെൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ലൂമിനസെൻസ് സ്റ്റഡിയും നമുക്ക് ഡേറ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ പഴയ ഒരു മണൽത്തരിയെ ഏതെങ്കിലും ഒരു മനുഷ്യപൂർവികൻ ഒരു മൺപാത്രം ഉണ്ടാക്കാൻ ഉപയോഗിച്ചു എന്ന് വിചാരിച്ചോളൂ. അയാൾ മൺപാത്രം ഉണ്ടാക്കുന്ന സമയത്ത് അതുവരെ അതിലുണ്ടായിരുന്ന സകല ട്രാപ്ഡ് ഇലക്ട്രോണുകളും ഫ്രീ ആവും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാലത്ത് ഈ മൺപാത്രം മണ്ണിനടിയിലേക്ക് മൂടപ്പെടുന്നു വിചാരിച്ചോളൂ. അവിടെ മുതൽ ആ ഇലക്ട്രോണുകൾ പിന്നെയും ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കാരണം ട്രാപ്പ് ചെയ്യപ്പെടാൻ തുടങ്ങും. അപ്പോൾ ഒരു ക്ലോക്ക് പതിയെ ടിക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് തുല്യമാണ്. പിന്നെ ഒരു പക്ഷേ 10,000 വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു ആർക്കിയോളജിസ്റ്റോ ആന്ത്രപ്പോളജിസ്റ്റോ ഇതിനെ കുഴിച്ചെടുക്കുന്നു. എന്നിട്ട് അയാൾ ഇതിനെ പ്രകാശം തട്ടാതെ ഈ സാമ്പിൾ കളക്ട് ചെയ്തുകൊണ്ട് പോയി ഒരു ലാബിൽ വെച്ച് ഒപ്റ്റിക്കലി സ്റ്റിമുലേറ്റഡ് ലൂമിനസെൻസോ തെർമോലൂമിനസെൻസോ ഒക്കെ നടത്തി അതിൽ നിന്നും എത്ര പ്രകാശം വരുന്നു നടന്ന് അത് എത്ര വർഷം മുമ്പാണ് അവസാനമായി സൂര്യപ്രകാശം കണ്ടത് എന്ന് കൃത്യമായിട്ട് കണക്കാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ കാലപ്പഴക്കം കൂടിയാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ഇത് ഏതാനും ചില ടെക്നിക്കുകൾ മാത്രമാണ്. ഇതുപോലെ ധാരാളം സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് വെച്ചിട്ട് ചുമ്മാ ഇത്ര വർഷം പഴക്കമുണ്ടെന്ന് നിങ്ങൾ പറയുകയല്ല ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമ്പിളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു സയൻറ്റിഫിക് എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് പോകുന്ന ഒരു ടീം ഒരു കണ്ടെത്തൽ നടത്തുന്നു. അതിനകത്ത് ജിയോളജിസ്റ്റുകളുണ്ടാകും, ആന്ത്രപ്പോളജിസ്റ്റ് ഉണ്ടാകും, ആർക്കിയോളജിസ്റ്റുകളുണ്ടാകും, അങ്ങനെ പല മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അവർക്ക് ഒരു ഗുഹ കണ്ടുകിട്ടണം. ആ ഗുഹയുടെ ഫ്ലോർ പരിശോധിച്ച് തന്നപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഗുഹയുടെ ഫ്ലോറിൽ ആദ്യം നമ്മൾ കാണുന്നത് ചെളി അടിഞ്ഞ് കിടക്കുന്നതായിരിക്കും. അതിന് നമ്മൾ സിൽറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ എക്കൽ മണ്ണ് അടിഞ്ഞ് കിടപ്പുണ്ടാവും. വളരെ ഫ്രഷായിട്ട് പല ഭാഗങ്ങളിൽ നിന്നും വെള്ളമൊക്കെ കൊണ്ട് ഒലിച്ച് വരുന്ന സാധനം അടിഞ്ഞ് കിടക്കുന്നതായിരിക്കും. അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അടിയിൽ മറ്റ് പല പാളികളും ഉണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ താഴെ ഫ്ലോ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സംഗതി കിട്ടിയെന്ന് ചോദിച്ചോളൂ. ഇപ്പോൾ നിങ്ങളൊന്ന് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്താൽ കഴിഞ്ഞാൽ ഫ്ലോ സ്റ്റോൺ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിൽ ഈ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന മിനറൽസ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വർഷങ്ങൾ കൊണ്ട് ബിൽഡപ്പ് വരുന്ന പാറകളാണ് ഫ്ലോ സ്റ്റോൺ എന്ന് വിളിക്കുന്നത്. നല്ല രസകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള ഷേപ്പുകളിലൊക്കെ പാറകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഫ്ലോയാണ്. സൂചി പോലെ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന പാറകൾ പല ഗുഹകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്തരം ഫ്ലോ സ്റ്റോണുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോ സ്റ്റോൺ നിങ്ങൾ കാണുന്നു. അതിൻ്റെ അടിയിൽ നിങ്ങൾ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ ചെയ്ത ഒരു വലിയ തടി തൂൺ കിട്ടും വിചാരിച്ചോളൂ. പഴയ ഒരു ഷെൽട്ടറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നതാകാം ഒരു തടി തൂൺ നിങ്ങൾക്ക് കിട്ടുന്നു. അതിൻ്റെ അടുത്ത് ഒരു ഫോസിലൈസ്ഡ് ജോ ബോൺ, അതായത് ഒരു താടിയെല്ലിൻ്റെ, മനുഷ്യൻ്റെ എന്ന് തോന്നിക്കുന്ന ഒരു താടിയെല്ലിൻ്റെ ഫോസിൽ നിങ്ങൾക്ക് കിട്ടുന്നു. ഒപ്പം ഒരു ചെറിയ കുന്തമുന, ഫ്ലിൻ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പാറ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, നമ്മുടെ ആന്ത്രപ്പോളജിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലിൻറ്റ് ആരോ ഹെഡുകൾ എന്ന് പറഞ്ഞ കുന്തമുനകൾ, ഫ്ലിൻ്റ് എന്ന് പറയുന്ന പാറ വെച്ചുണ്ടാക്കിയിട്ടുള്ള കുന്തമുനകൾ ധാരാളമുണ്ട്. വളരെ ഹാർഡായിട്ടുള്ള ഷേപ്പ് ചെയ്യാൻ കഴിയുന്ന തരം പാറകളാണ് ഫ്ലിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചിത്രപ്പണി ചെയ്തൊരു തൂണും ഒരു ഫ്ലിൻറ്റ് ആരോ ഹെഡും ഒരു ജോബോണിൻ്റെ പീസും കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ താഴെ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ശരിക്കും വോൾക്കാനിക് റോക്കാണ് അതിൻ്റെ അടിയിലുള്ളത്. അപ്പോൾ 4 പാളികളായിട്ടാണ് നമ്മൾ ഈ സംഗതികളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഭൂതകാലത്തെക്കുറിച്ചൊരു ചിത്രം എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? സ്വാഭാവികമായിട്ടും ഈ പാളികളെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാറ്റിഗ്രാഫിയിലൂടെ ഒരു റിലേറ്റീവ് ഡേറ്റിംഗ് ആദ്യമേ സാധിക്കും. ആദ്യം തന്നെ ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ വോൾക്കാനിക് റോക്കാണ്. അതായത് ഈ ഗുഹ ഉണ്ടാക്കിയിരിക്കുന്ന ഗുഹയുടെ ഫ്ലോർ എന്ന് പറയുന്നത് ഏറ്റവും അടിയിലുള്ളത് ഒരു ബസാൾട്ട് എന്ന് പറയുന്ന ഒരു വോൾക്കാനിക് റോക്ക് കൊണ്ടുള്ള ഒരു ബേസാണ്. അപ്പോൾ അത് ആദ്യം ഉണ്ടായി. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ
ആർട്ടിഫാക്റ്റുകൾ കിട്ടുന്നത്, അതായത് മനുഷ്യൻ്റെ ജോ ബോണിനൊപ്പം കണ്ട കുന്തമുനയും തൂണുമൊക്കെ നമ്മൾ കാണുന്നത് അതിൻ്റെ മുകളിലാണ്. അതിൻ്റെ മുകളിൽ കാണുന്നത് ഫ്ലോ സ്റ്റോൺ ആണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാൻ പറ്റും ആദ്യം ഉണ്ടായത് അഗ്നിപർവ്വതശിലയാണ്, അതിൻ്റെ മുകളിൽ ഹ്യൂമൻ ഒക്യുപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്, അത് എപ്പോഴും അവസാനിക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴുകി വന്ന് മിനറൽസിലൂടെ ഫോം ചെയ്യുന്ന ഫ്ലോ സ്റ്റോൺ ഉണ്ടാകുന്നു. അതിൻ്റെ മുകളിൽ നാലാമത്തെ ലെയർ നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന എക്കൽ മണ്ണ് അടിഞ്ഞുകൂടിയ പാളിയാണ്. അപ്പോൾ അതിൽ നിന്നും പഴക്കത്തിൻ്റെ ഒരു ഓർഡർ നമുക്ക് മനസ്സിലായി. ഇനി ഓരോന്നും എത്ര പഴക്കമുള്ളതാണ് എന്നിങ്ങനെ കണക്കാക്കാം. ബസാൾട്ട് റോക്ക്, ഏറ്റവും അടിയിലുള്ള ആ പാറയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ നമ്മൾ നേരത്തെ വിശദമാക്കിയിട്ടുള്ള പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് ഉപയോഗിക്കാം. അങ്ങനെ ഡേറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് സാമ്പിൾ എടുത്തുകൊണ്ട് പോയി പൊട്ടാസ്യത്തിൻ്റെയും ആർഗണിൻ്റെയും ആറ്റങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് മാസ് സ്പെക്ട്രോമീറ്ററിലൂടെ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ റേഷ്യോ കണക്കാക്കുന്നു. അതിലൂടെ ഡിസിൻറ്റഗ്രേഷൻ റേറ്റ് വെച്ച് ബാക്കിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 65 ദശലക്ഷം വർഷം അല്ലെങ്കിൽ 6.5 കോടി വർഷം പഴക്കമുണ്ട് ആ പാറയ്ക്ക്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഏതാണ്ട് ഡൈനോസറുകൾ എക്സ്റ്റിങ്ക്റ്റ് ആകുന്ന സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു പാറയാണ് അത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആ കുന്തമുനയുടെ അടുത്ത് നിന്നൊക്കെ കിട്ടിയ മണൽത്തരികളോ മറ്റോ കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിൽ തന്നെ എടുത്തുകൊണ്ട് പോയി OSL പോലുള്ള ലുമിനസെൻസ് ഡേറ്റിംഗ് ടെക്നിക്ക് വെച്ച് അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുമ്പോൾ നമുക്ക് 45,000 വർഷം പഴക്കമുണ്ട് എന്ന് കിട്ടുന്നു വിചാരിക്കാം. ഇനി ആ തടി തൂണിൽ നിന്ന് ഒരു ചെറിയ ചീകൾ എടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്തുള്ള കാർബൺ 14 ഐസോട്ടോപ്പിൻ്റെ അളവും കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ അളവും തമ്മിലുള്ള റേഷ്യോ കണക്കാക്കുന്നു. കാർബൺ ഡേറ്റിങ്ങിലൂടെ നമുക്ക് അതിന് ഏതാണ്ട് 42,500 വർഷം പഴക്കം വിത്ത് എ മാർജിൻ ഓഫ് എറർ, ഒരു 300 വർഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം, ആ ഒരു അളവ് നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ 45,000 വർഷം എന്ന് പറഞ്ഞ ആ കണക്ക് കൂട്ടലുമായിട്ട് ഏതാണ്ട് ഒത്തുപോകുന്നൊരു കണക്ക് തന്നെ നിങ്ങൾക്ക് കാർബൺ ഡേറ്റിങ്ങിലൂടെയും കിട്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുള്ളത്, ആ തൂണിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആനുവൽ റിങ്ങുകൾ, ആ ട്രീ റിങ്സ് മനസ്സിലാക്കാൻ പറ്റും. ഡെൻഡ്രോക്രോണോളജിക്കൽ ഡേറ്റിംഗ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആ പ്രദേശത്തിൻ്റെ മാസ്റ്റർ ഡെൻഡ്രോക്രോണോളജി കലണ്ടറാണ്. അതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി ഒരു അളവിലേക്ക് എത്താൻ സാധിക്കുന്നു. 42,482 BCEയിലാണ് ഈ തടി വെട്ടിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നോക്കിക്കഴിഞ്ഞാൽ ലുമിനസൻസ് സ്റ്റഡിയിലൂടെ വന്ന 45,000 എന്ന് പറയുന്ന വർഷവും കാർബൺ ഡേറ്റിങ്ങിലൂടെ വന്ന വർഷവും ഈ ഡേറ്റിലെ ഡെൻഡ്രോക്രോണോളജിക്കൽ ഡേറ്റിങ്ങിലൂടെ വന്ന വർഷവും ഏതാണ്ട് ഒരേ റേഞ്ചിലാണ്. അവ പരസ്പരം സ്ഥിരീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിന് മുകളിൽ വന്നിരിക്കുന്ന ആ ഫ്ലോ സ്റ്റോണിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്ത് നിങ്ങൾ യുറേനിയം തോറിയം ഡേറ്റിംഗ് ചെയ്തെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നു ഏതാണ്ട് 38,000 വർഷം പഴക്കം അതിനുണ്ട്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന ചിത്രം എന്താണ്? ഏതാണ്ട് 6.5 കോടി വർഷം മുമ്പ് അഗ്നിപർവ്വതത്തിൻ്റെ സ്ഫോടന ഫലമായിട്ടുണ്ടാകുന്ന ലാവ ഉറച്ച് അവിടെ കുറച്ച് ഇഗ്നിയസ് റോക്ക്, അഗ്നിപർവ്വത ശില ഫോം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഗുഹ രൂപീകരിക്കപ്പെടുന്നു. വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 45,000 വർഷം മുമ്പ് മാത്രം വരുന്നൊരു സമയത്ത് അവിടെ ഹ്യൂമൻ ഒക്യുപ്പേഷൻ ഉണ്ടാകുന്നു. അവർ ഫ്ലിൻറ്റ് സ്റ്റോൺ കൊണ്ടുള്ള ആരോ ഹെഡുകൾ ഉപയോഗിക്കുന്നു, അവർ തടി തൂണുകൾ ഉപയോഗിക്കുന്നു. അതെല്ലാം ഏതാണ്ട് ഒരേ പഴക്കമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അവയെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കപ്പെട്ടിരുന്നതാണ് എന്ന് സ്വാഭാവികമായിട്ടും അനുമാനത്തിലേക്ക് എത്താൻ പറ്റും. പിന്നീട് എപ്പോഴോ പല കാരണങ്ങൾ കൊണ്ട് ഹ്യൂമൻ ഇൻഹാബിറ്റേഷൻ അവിടെ നിന്ന് അവസാനിക്കുന്നു. അവർ അവിടെ ഉപേക്ഷിച്ച് പോവുകയോ വംശനാശം വന്നു പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ ഓടിപ്പോവുകയോ മരിച്ചു പോവുകയോ അവരുടെ ശരീരഭാഗങ്ങൾ പല ഭാഗങ്ങളിലേക്ക് സ്കാവൻ ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ജോബോൺ മാത്രമേ അവിടെ കിടക്കുന്ന രീതിയിൽ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പല ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അവിടെ വെള്ളം ഒഴുകി വന്ന് അതിലൂടെ വന്ന മിനറൽസ് അടിഞ്ഞുകൂടി ഫ്ലോ സ്റ്റോൺ രൂപം കൊള്ളുന്നു. അത് ഏതാണ്ട് 43,000 വർഷം പഴക്കം അല്ല, അത് ഏതാണ്ട് 38,000 വർഷം പഴക്കമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനും വർഷങ്ങൾക്ക് ശേഷം അവിടെ പതിയെ പതിയെ അടുത്ത കാലത്ത് വെള്ളം ഒഴുകി വന്ന ചെളി അടിഞ്ഞുകൂടിയാണ് ഏറ്റവും മുകളിലത്തെ ലെയർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാബിൽ ചെയ്ത ചില ടെക്നിക്കിലൂടെ അവിടെ നടന്ന സംഭവങ്ങളുടെ ഒരു ടൈം ലൈൻ നമുക്ക് കൃത്യമായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇത് മാത്രവുമല്ല, ഇനി ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇതിന് പുറമെ നമുക്ക് പഴയ ഏതെങ്കിലും ശിലോലിഖിതങ്ങൾ കിട്ടുമ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ
അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നൊരു ഭാഷയാണെന്നുണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ആകാശത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഉദാഹരണത്തിന് ആ സമയത്തെ പോൾ സ്റ്റാർ ഏതാണ് എന്ന ഡിസ്ക്രിപ്ഷനിലൂടെ നമുക്ക് അത് എത്ര വർഷം പഴക്കമുള്ള സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചിട്ടുള്ള ചിത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് നാനാവിധമായിട്ടുള്ള ടൂളുകൾ ഒരുമിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുക. ഇത് വളരെ വളരെ സൂക്ഷ്മമായത്തിൽ അത്ഭുതകരമായിട്ടുള്ള കൃത്യതയോടുകൂടി നമ്മുടെ ഭൂതകാലത്തെ മനസ്സിലാക്കി തരാൻ ഉതകുന്ന ഒന്നാണ്. അപ്പോൾ ഡേറ്റിംഗ് ടെക്നിക്കുകളുടെ ചില സാമ്പിളുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രക്രിയ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയാനാണ് ഇവിടെ ശ്രമിച്ചത്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.